ഹായ് ഹലോ, ഞാൻ സീനയാണേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കില്ലാത്ത ദിവസമാണ്, പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ച് എന്താ പറയുക, ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാം ചെയ്ത് തീർക്കണമെന്നാണ്. അപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ലേറ്റായിട്ടാണ് ഉറങ്ങണത്. എന്ന് വെച്ചാൽ കിടക്കും, ഉറങ്ങി വരുമ്പോൾ കുറേ ലേറ്റാവും. അപ്പോൾ അങ്ങനെ ഉറക്കമൊന്നും ശരിയാവണില്ല. അപ്പോൾ രാവിലെ എണീറ്റ് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റു അമ്മയുടെ ഇന്നൊരു ചായ കുടിച്ചു കേട്ടോ. ആ ചായ കുടിച്ചാൽ മാത്രമേ ഒരു ഉഷാറുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു ഡേ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ടേബിളൊക്കെ അത്യാവശ്യം മെസ്സായിട്ടിരിക്കണേണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഈ ഒരു ചോക്ലേറ്റ് ബോക്സിലാണ് ഇട്ട് വെച്ചേക്കണം. അപ്പോൾ നമുക്കൊരു ഓർഗനൈസറൊക്കെ വാങ്ങിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. ഉണ്ടായിരുന്നതെല്ലാം ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി കുറച്ചും കൂടി ഒന്നിൽ നിന്ന് തുടങ്ങണം, എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. അപ്പോൾ ഓർഗനൈസർ എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നത് DIY ആയിട്ടുള്ള ഒരു ഓർഗനൈസറായിരുന്നു കേട്ടോ പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഞാൻ എല്ലാം അടുക്കി വെച്ചേക്കണം. എൻ്റെ ബോഡി ലോഷൻസ്, പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ. ഇത് SPF 15 ഉള്ളൂ, നമ്മുടെ വാസ്ലിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ബോഡിക്കാണ് അത് യൂസ് ചെയ്യണം. പിന്നെ കാർമിസിയുടെ ഒരു റോൾ ഓൺ പെർഫ്യൂം, അത് ഗൾഫിൽ നിന്ന് ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ മറ്റേത് സുഡിയോലത്തതാണ്. പിന്നെ ഇപ്പോൾ വെച്ചത് ബോഡി ക്യൂപ്പിഡിൻ്റെ കേട്ടോ, വാനില ഫ്ലേവർ. നല്ല സ്മെല്ലാണ് കേട്ടോ അത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കടയിലൊക്കെ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോൾ ഞാൻ ഓർത്തിനി ബാക്കി ക്ലീനിങ്ങും പരിപാടിയെല്ലാം ഫുഡ് കഴിച്ചിട്ട് മതിയെന്ന്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യണ ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, പിന്നെ ലഞ്ച് സ്കിപ്പ് ചെയ്യും, പിന്നെ രണ്ടും കൂടി ആയിട്ട് ഞാൻ വൈകുന്നേരത്താണ് കഴിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ നിൽക്കണല്ലേ എന്ന് ഓർത്തിട്ട് ഫുഡ് മര്യാദ കഴിക്കണമെന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് വീട്ടിൽ, അമ്മ സമ്മതിക്കില്ല ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ നമുക്ക് പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നെ റെസ്റ്റൊക്കെ എടുക്കാൻ എന്താണെങ്കിലും ചെയ്യാമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഈ ടേബിളിൻ്റെ ഈ സൈഡൊന്ന് ക്ലീൻ ചെയ്തിട്ടോ. വലിയ വാനിറ്റി പോലത്തെ ടേബിളൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു ഷെൽഫാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും, ഷെൽഫാണ്. ഞാൻ ചരിച്ചിട്ടിട്ട് അത്യാവശ്യം വീഡിയോ എടുക്കാനും പിന്നെ എനിക്ക് എൻ്റെ സാധനങ്ങൾ വെക്കാനും പാകത്തിന് ടേബിൾ കം ഷെൽഫാക്കി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. ഡസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ തൂത്ത് ക്ലീൻ ചെയ്തു. പെട്ടെന്ന് പൊടി പിടിക്കണം വീട്, പ്രത്യേകിച്ച് എൻ്റെ റൂം. അപ്പോൾ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ എറണാകുളത്ത് ബ്രോഡ്വേന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ വൈസ്. നല്ല ഉണ്ടോ, മറ്റേ റെപ്പോൺസലിൻ്റെ ടാങ്കിൾ എന്നുകൊണ്ടുള്ള ഇതില്ലേ ആനിമേഷൻ മൂവി, അതിലത്തെ ഫ്ലവറിന് ഓർമ്മ വന്നപ്പോൾ വാങ്ങിച്ചേ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ലോൺ അടക്കാനുണ്ട്, പിന്നെ ഒരു TV വാങ്ങിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ TV ഇല്ല, അപ്പോൾ അടുത്ത് തന്നെ TV വാങ്ങിക്കണം. അപ്പം ഞാൻ എഴുത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് ഞാൻ നേരെ ലോൺ അടക്കാൻ വേണ്ടി പോയി. എപ്പോഴും പോകുന്ന സ്ഥലത്ത് തന്നെ പോയി ലോണൊക്കെ അടച്ച് തിരിച്ചു വന്നു. പിന്നെ എനിക്ക് ഈ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെപ്പോഴും എല്ലാ വീഡിയോസിലും ഈ ടോപ്പ് കണ്ടും അടുത്തിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് നല്ലതെന്ന് പറയാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം. ബാക്കിയുള്ള എല്ലാം ചെറുതായൊക്കെ പോയി. അപ്പം നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. ടോപ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഇരിപ്പുണ്ട്, അതെല്ലാം ഒന്ന് ഓൾട്ടർ ചെയ്തൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ് വന്നു. ഞാൻ സ്കിൻ കെയറും പിന്നെ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം, സൺസ്ക്രീനും എല്ലാം റിമൂവ് ചെയ്യണം. അതൊന്നിട്ട് രാത്രി കിടന്നുറങ്ങാൻ പാടില്ല. ഞാൻ ഈ സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൈസലാർ വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്യണം. നല്ലതാണ്, ചെറിയൊരു പാക്കറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ബേണിങ് സെൻസേഷനൊന്നുമില്ല, നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു മൈസലാർ വാട്ടറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് വാങ്ങിക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലിട്ടോണ്ടിരുന്നു വെച്ചാൽ പഴയ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ എന്നിട്ട് നമ്മുടെ അരിപ്പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് ഉണ്ടാക്കി. ഈ കൊറിയൻ സ്കിൻ കെയറിൽ കണ്ടിട്ടില്ലേ, കൂടുതലും അവർ യൂസ് ചെയ്യണത് റൈസ് വാട്ടർ, അതേപോലെ തന്നെ അങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ. കാരണം നന്നായിട്ട് സ്കിന്നിന് ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യും ഈ ഒരു റൈസ് കൊണ്ടിട്ടുള്ള എല്ലാ ഐറ്റംസും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റൈസ് പൗഡർ ആയതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി ക്ലീൻ ആവും ഫേസ്.
അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് മാത്രം. അപ്പോൾ ഫേസ് പാക്കായിട്ടും പിന്നെ അതുപോലെ തന്നെ സ്ക്രബായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു സ്ക്രബ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവും കേട്ടോ. ബ്ലാക്ക് ഹെഡ് അങ്ങനെ റിമൂവ് ആവില്ല, വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ആവും. അപ്പോൾ ഒന്ന് ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാൻ കേട്ടോ. വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാവേ. ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വന്നിരുന്നിട്ടുള്ളൂ, ഫേസ് വാഷൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞി കുടിച്ചു, കഞ്ഞിയും ചെറുപയറും കുടിച്ചിട്ട്. രാത്രി ഇതൊക്കെയാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുടിയൊക്കെ കെട്ടി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉറങ്ങാൻ വേണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.